ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണുമെന്ന് പറയുന്ന പോലെ ആട്ടോ ഇന്ന് സംഭവിച്ചത്. ദേ ഈ തരുന്നത് ഇപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമ്മാനമാണ് കേട്ടോ. കാര്യം ഇത് കവലയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വേണമെന്ന് കുറേ ആഗ്രഹിച്ചു, പക്ഷേ വാങ്ങിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. 6 തൈ റോസാണ് കേട്ടോ നമുക്കിന്ന് കിട്ടിയത്. പക്ഷേ ഇത് വെക്കാനായിട്ട് നമുക്ക് ചട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള നഴ്സറിയിൽ പോയിട്ട് ചട്ടി വാങ്ങിക്കാൻ നിൽക്കുവാണ്. അപ്പോൾ അടുത്തുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട്. ഈ ഇലച്ചെടികളുടെയും അതുപോലെ തന്നെ പല പല മരങ്ങളുടെയും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ തട്ടുമുല്ലയാണ്. പിന്നെ കുറേ ഫേൺസ് ഉണ്ട്. അതുപോലെ തന്നെ ടേബിൾ റോസയും ഉണ്ട്. ഈ കാണിക്കുന്നത് നമ്മുടെ റോസ്മേരി ആണ് കേട്ടോ. ഇത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചു വെച്ചിട്ട് കിളുത്തില്ല, ഇനിയൊന്ന് നോക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം കുറച്ച് കുഞ്ഞു ചട്ടിയും വലിയ ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പൂഴിക്കും ഉണ്ട് കേട്ടോ ഒരു കഥ. ഞാൻ ഒരു ചാക്ക് പൂഴി വേണം എന്ന് പറഞ്ഞപ്പോൾ 4 ചാക്ക് പൂഴിയായിട്ട് വന്ന കഥയുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ പൂഴിയും ചകിരി നമ്മുടെ കൊക്കോപ്പീറ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ ഞാൻ ഈ പോട്ടി മിക്സ് തയ്യാറാക്കിയത്. ആദ്യം തന്നെ നമ്മുടെ ഈ വലിയൊരു പോട്ടിനകത്തേക്ക് ഇതിനകത്താട്ടോ നമ്മൾ റോസ വെക്കുന്നത്. ചെറിയ പോട്ടിനകത്ത് ഞാൻ ടേബിൾ റോസ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് കരിയിലയും അതുപോലെ തന്നെ നമ്മുടെ ചകിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ റോസ് കിട്ടുന്നത് വേര് മാത്രമേ ഉള്ളൂ കേട്ടോ, മണ്ണുണ്ടാവില്ല. വേര് മാത്രമാണ് നമുക്ക് തരുന്നത്. ഞാൻ ഈ റോസ് ആദ്യമേ വാങ്ങിച്ചിട്ടുള്ളതെല്ലാം കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അടിവളം നന്നായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പോട്ടി മിക്സിലേക്ക് ഞാൻ ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ റോസ് വെച്ചിട്ടുള്ളത്. റോസയ്ക്ക് ഞാനിവിടെ കൂടുതലായിട്ട് ചെയ്യുന്ന വളങ്ങളിലൊന്നാണ് റോസയുടെ നമ്മുടെ മുട്ടത്തൊണ്ട് പൊടിച്ചത് ഞങ്ങൾ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. രാവിലെ ആയപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റോസ തൈകളുടെ അവസ്ഥ. ഈ 2 ചെറുത് നമുക്ക് ഫ്രീ തന്നതാട്ടോ. നമ്മുടെ ടേബിൾ റോസിൻ്റെ ചട്ടികൾ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ റോസ. ഇത് കുറച്ച് വിരിഞ്ഞു പോയി, എന്നാലും സാരമില്ല, അത്യാവശ്യം നല്ല കളേഴ്സാണ്. ഇതിൻ്റെ കളർ ഒരു വെറൈറ്റി കളറാട്ടോ. കൊണ്ടുവന്ന സമയത്ത് എല്ലാം കൂടെ തിങ്ങി ഞെരുങ്ങി ഈ ഒരു പൂ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഞാൻ രൂപത്തിന് നടയെ കൊണ്ടുവച്ചു. എവിടെ ഇരുന്നാണ് ഇത് വിരിഞ്ഞത്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫ്ലവേഴ്സൊക്കെ?